മഴ തോരും മുമ്പേടി വരാനിരിക്കുന്നൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ സ്റ്റാൻലിയുടെ ജോലിക്കാരൊക്കെ കള്ളന്മാരാണെന്നും ഒക്കെ തൻ്റെ പപ്പയെ കട്ടും കുടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണെന്നും തൻ്റെ പപ്പ ഇങ്ങനെ കള്ളും കുടിച്ചു സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും മനസ്സിലാവും. അതായത് എസ്റ്റേറ്റിലെയും റബ്ബർ തോട്ടത്തിലെയും വീട്ടിലെയും എന്തെല്ലാ സാധനത്തിൽ നിന്നും പപ്പയെ പറ്റിക്കുന്ന കാര്യം അലീന വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് കണ്ടുപിടിക്കും. അവതക്കുട്ടി ചായൻ അലീനയുടെ കൂടെ സഹായത്തിനായി നിൽക്കുന്നുണ്ട്. മോൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവന്മാരുടെ കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവരണമെന്ന് പറയും. അതോടുകൂടിയാണ് അവരുടെ കള്ളത്തരങ്ങളൊക്കെ അലീന പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊരാൾ നമ്മുടെ അവിടുന്ന് ജോലി മതിയാക്കി പോകണ്. അതൊന്നും സ്റ്റാൻലി അറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ലാലിച്ചനെ അറിയിക്കേണ്ട മോളേന്ന് ചോദിച്ചപ്പോൾ വേണ്ട അപ്പച്ച, അത് അവർക്കതൊരു വിഷമാവും, ഞാൻ വന്നത് കൊണ്ട് അവരുടെ ജോലിയൊന്നും പോകണ്ട, അവർക്കൊരു താക്കീത് കൊടുത്താൽ മതി, ഇനി അവർ നന്നാവുമെന്ന് അറിയാലോ എന്ന് പറയുന്നുണ്ട്. അതിലൊരാൾ സ്റ്റാലിൻ്റെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അപ്പച്ചനും നമ്മുടെ അലീനയും ഒക്കെ സംസാരിച്ച് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ടി നിറച്ച ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നു. നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടുപടിക്കൽ എത്തുന്നു. അപ്പോൾ ജനലിലൂടെ നോക്കുമ്പോൾ നമ്മുടെ അവതക്കുട്ടി ചായന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആരണപ്പച്ച അവരൊക്കെ നോക്കുമ്പോൾ കാണാനുള്ള ആൾക്കാരാണ് അതൊക്കെ. നീ കണ്ടോ, ഇറങ്ങണല്ലോ ലാലിച്ചൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയുള്ള വരവാണെന്ന് പറയും. അപ്പോൾ അലീനെ എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് ഭയമുണ്ട്, ഇനി ഇവരുടെയും കൂടെ ശത്രു ആവാമല്ലോ എന്ന് ഉള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മോൾ പുറത്തൊന്നും ഇറങ്ങണ്ട, മോൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അവരൊക്കെ ശരിയാക്കാൻ ലാലിച്ചൻ ഒരാൾ മതി എന്ന് പറയും. എനിക്ക് വേണ്ടി വഴക്കൊന്നും ഉണ്ടാക്കണ്ട അപ്പച്ചാന്ന് പറഞ്ഞപ്പോൾ, പിന്നെ നിന്നെ കൊണ്ട് കളയോ ലാലിച്ചൻ, അത് നന്നായി എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് അകത്തേക്ക് പോകും. അതിനുശേഷം അവരെല്ലാവരെയും അയാൾ തന്നെ സ്വീകരിക്കും. അതായത് ലാലിച്ചൻ്റെ ഭാര്യ, സ്റ്റാൻലിയുടെ ഭാര്യ, 2 മക്കൾ, അവരുടെ സഹോദരങ്ങൾ, അതിലൊരാളുടെ ഭാര്യ, പള്ളിയിലച്ഛൻ, രാഷ്ട്രീയ പ്രമാണികൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും കൂടി ലാലിച്ചനെ, അതായത് സ്റ്റാൻലിനെ നിർത്തിപ്പൊരിക്കാൻ വേണ്ടിയുള്ള വരവാണ്. എന്തായാലും മൗതക്കുട്ടി ചായൻ അതൊന്നും കാര്യമാക്കിയില്ല. എല്ലാവരോടും അകത്തേക്ക് വന്ന് അവിടെ ക്ഷണിച്ചിരുത്തണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് എന്തായാലും പതുക്കനെ വരുള്ളൂ. അവർ വന്നൊരു അരമണിക്കൂറോളം അവരവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പതുക്കനെ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ദേഷ്യവും, ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി, നിങ്ങൾ എന്തുകൊണ്ട് പുറത്തിറങ്ങി വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പട്ടാളക്കാർ യുദ്ധത്തിന് വരുന്ന ആൾക്കാരായിട്ട് ഓടിച്ചെന്ന് സ്നേഹം പ്രകടിപ്പിക്കാറില്ല എന്ന് പറയും. ഓഹോ, അപ്പം ഞങ്ങൾ വന്നത് യുദ്ധത്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്ന് പറയും. എന്തായാലും അവരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞ് സ്റ്റാൻലിയും ഇരിക്കും. അപ്പോൾ ഇതിനിടയിൽ ലാലിച്ചൻ്റെ ഇളയ മകൾ അലീനയുടെ റൂമിലേക്ക് കയറി ചെല്ലും. കണ്ട മാത്രമേ തന്നെ അലീനയ്ക്ക് ആ കുട്ടീനെ ഇഷ്ടാവും. 10-17 വയസ്സ് തോന്നിക്കെങ്കിലും കൂടി അതിനുള്ള വളർച്ചയിൽ ചെറിയൊരു ശാരീരിക വ്യത്യാസമുണ്ട്, മാനസികമായിട്ടുള്ളൊരു വളർച്ചക്കുറവുണ്ട്. എന്തായാലും പപ്പയുടെ മോളാണല്ലേ എന്ന് അലീനോട് ചോദിക്കുമ്പോൾ അലീന സങ്കടത്തോടെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടും. അപ്പോൾ പേര് ടെൽസ എന്നൊരു പേരും. മൂത്ത കുട്ടി ശരിക്കും അലീനയുടെ മുഖച്ചായ ഉള്ളത് കൊണ്ട് തന്നെ അലീനയ്ക്ക് മനസ്സിലായി. അവൻ്റെ ഡാനിയ എന്ന് ഇവിടെ പറയുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ട് അത് ഡാനിയ എന്ന് മനസ്സിലായി. ഇത് ടെൽസ, രണ്ടാമത്തെ കുട്ടി, നല്ല മോള്. അലീനനായിട്ട് വേഗം ഇണങ്ങി അലീനയുടെ നല്ല സ്നേഹത്തോടെ അലീന മുടിയിലൊക്കെ തലോടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല മേക്കപ്പും ഒന്നുമില്ല, ഒരു സാധാരണ നോർമലായിട്ടൊരു പെൺകുട്ടി. അപ്പോഴത്തേനും നമ്മുടെ ലാലിച്ചൻ്റെ ഭാര്യയുടെ സഹോദരി ഈ കുട്ടീനെ ദേഷ്യത്തോടെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അവളായിട്ട് മിണ്ടൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ഹാളിൽ എല്ലാവരും കൂടെ ചർച്ചാ വിഷയം അലീന തന്നെയായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊരു കാര്യം അറിഞ്ഞ് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ അറിഞ്ഞ കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റുള്ളൂ എന്ന് ലാലിച്ചനും പറയും. നിങ്ങളുടെ ഒരു പെൺകുട്ടിയെ വിളിച്ച് താമസിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, അത് ആരാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതാരായാലും അവളെ ഇറക്കി വിടണം, അതിനുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഞങ്ങളുടെ വരവിൻ്റെ പിന്നിലെന്ന് പറയും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇറക്കി വിടാൻ പറ്റിയൊരു പെൺകുട്ടിയല്ല, അതെൻ്റെ മകളാണെന്ന് പറയും. നിങ്ങളുടെ മകളോ? നിങ്ങളുടെ മകളല്ലേ ഈ 2 പേരിരിക്കണേന്ന് രാഷ്ട്രീയ പ്രവർത്തകർ പറയുമ്പോൾ, അത് ശരിയാണ്, ഇതെനിക്ക് നിങ്ങളുടെ പോലെ തന്നെ എനിക്കും ഇപ്പോൾ അറിഞ്ഞുള്ളൂ, എനിക്കും ഇങ്ങനത്തെ ഒരു അറിവ് ഇപ്പോഴേ കിട്ടിയുള്ളൂ. എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് 22 വർഷങ്ങൾക്ക് മുന്നേ 22 വർഷമായിട്ട് അനാഥാലയത്തിലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോൾ അറിഞ്ഞുള്ളൂ. അറിഞ്ഞ നിലയ്ക്ക് അവളെ കൊണ്ടുവരണമെന്നും അവളെ സ്വീകരിക്കണമെന്നും അവളെ നോക്കേണ്ടതും ചുമതല എനിക്കെന്ന് പറയും. നിങ്ങൾക്ക് എങ്ങനെ ഒരു മകളുണ്ടായേ? ഇതിനു മുന്നേ നിങ്ങൾ സമയോടും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളോടും ഇങ്ങനൊരു കുഞ്ഞിൻ്റെ കാര്യം, പെൺകുട്ടി ഉണ്ടായ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ വിവാഹത്തിന് മുന്നുള്ള റിലേഷൻഷിപ്പാണ്, അതിലുണ്ടായ മകളാണ്, ആരുടെയൊക്കെ
ദൗർബല്യം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നം കാരണം എൻ്റെ മകളെ അനാഥാലയത്തിലാക്കി. ഞാനിപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇനി ഇതെൻ്റെ മകൾ തന്നെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അവളുടെ ബ്ലഡും എൻ്റെ ബ്ലഡും എടുത്ത് തിരുവനന്തപുരത്തോ എവിടെയോ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് DNA ടെസ്റ്റ് നടത്താം. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾക്കൊരു ടെസ്റ്റും ചെയ്യേണ്ട, ഞങ്ങൾക്ക് നിങ്ങൾ ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറയും. അങ്ങനെ ലാലിച്ചൻ പോയി കഴിഞ്ഞിട്ട് അലീനനെ വിളിച്ചുകൊണ്ട് വരും. അലീനനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, ഇതാണ് എൻ്റെ മകൾ, പേര് അലീന. ഞാൻ പറഞ്ഞല്ലോ, ഇവൾ അനാഥാലയത്തിലായത് എനിക്ക് അറിവില്ലായിരുന്നു. എൻ്റെ മകൾ ദുഃഖത്തിലും ദുരിതത്തിലും ജീവിച്ച സമയത്ത് ഞാനിവിടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിനി ഇവളുടെ സന്തോഷമാണ് വലുത് മറ്റാരേക്കാളും. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇവളെ ഞാൻ ഉപേക്ഷിക്കില്ല. ഇവൾക്ക് പറ്റാവുന്നിടത്തോളം സന്തോഷം കൊടുക്കണം. അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. ഇതിനു വേണ്ടി നിങ്ങൾ ആരും ഒന്നും സംസാരിച്ച് ഇവിടെ നിന്ന് സമയം കളയണമെന്നില്ല. അതെൻ്റെ ഭാര്യയായാലും മക്കളായാലും. എൻ്റെ ഭാര്യയ്ക്ക് എന്തായാലും എന്നോടല്ല സ്നേഹം, എൻ്റെ സ്വത്തുക്കളോടെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പറയാൻ പോകുന്ന ഒന്നും നടക്കാൻ പോണില്ല എന്ന് പറയും. ശരി, ഇവളെ പറഞ്ഞയച്ചില്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ സ്വത്തിൽ 4/1 ഭാഗം നിങ്ങളെടുത്തിട്ട് ബാക്കി എല്ലാതും നിങ്ങളുടെ ഭാര്യ, അതായത് എൽസയ്ക്കും മക്കൾക്കും കൊടുക്കണമെന്ന് പറയും. ആഹാ, അത് ശരി. അപ്പം ഞാനോ എന്ന് പറയും. നിങ്ങൾക്ക് ഒരു ഭാഗം സ്വത്തുണ്ടല്ലോ എന്ന് പറയും. അപ്പം എൻ്റെ ഈ മകളോ എന്ന് പറയും. അത് നിങ്ങൾ അവൾക്ക് കൊടുത്തോ, നിങ്ങളുടെ കാലശേഷമല്ലേ എന്ന് പറയും. അപ്പം എൻ്റെ കാലശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചു തുടങ്ങിയല്ലോ. എന്തായാലും എൻ്റെ സ്വത്ത് ഇപ്പോൾ ഭാഗം വയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കോടതി കയറുകയോ കേസ് കൊടുക്കുകയോ എന്ത് വേണേലും ചെയ്യാം. എൻ്റെ മക്കൾക്കുള്ള ചിലവിനുള്ളതും അവർക്ക് ആവശ്യപ്പെടുന്നതിലപ്പുറം ഞാൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം എല്ലാത്തിനും പണം ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് അത് മതിയല്ലോ. പിന്നെ എന്തിനാണ് അവർക്ക് അച്ഛനെ വേണ്ട? അവർ അമ്മയുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയ ആൾക്കാരാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എന്നാൽ പോലും എൻ്റെ മക്കളായതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നത്. തൽക്കാലം എൻ്റെ സ്വത്തുക്കളൊന്നും ഞാൻ ഭാഗം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. ഇതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ അപ്പം അങ്ങനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ അവരുടെ സഹോദരന്മാരും ചാടി എഴുന്നേൽക്കും. അതോടുകൂടി തന്നെ അവിടെ മിണ്ടാണ്ട് കിടന്നിരുന്ന പട്ടികളൊക്കെ ചാടി അങ്ങോട്ട് എഴുന്നേൽക്കും. കാര്യം പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം പുലിയിൽ അത്രയുള്ള പട്ടികളാണ്. നമ്മുടെ ലാലിച്ചനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികൾ എന്താ ചെയ്യാൻ പോകണത്, അതായത് നായക്കൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പേടിക്കും. അപ്പോൾ പള്ളിയിൽ അച്ഛനുണ്ടായിരുന്ന വികാരി അച്ഛൻ പറയും, സമാധാനമായിട്ട് ചർച്ച ചെയ്യാം, അതിന് വേണ്ടി വന്നേന്ന് പറയുമ്പോൾ ഒരു സമാധാനം ഇല്ല അച്ഛോ, ഞാൻ പറഞ്ഞത് തന്നെ നടക്കുള്ളൂ. ഇപ്പം എന്തായാലും എൻ്റെ സ്വത്തുക്കൾ ഞാൻ ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിനൊക്കെ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയും. അങ്ങനെ നിവർത്തിയില്ലാണ്ടായപ്പോൾ അവർക്ക് എല്ലാവർക്കും അവിടെ നിന്ന് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ലാലിച്ചൻ്റെ ഭാര്യ, അതായത് സ്റ്റാലിനിയുടെ ഭാര്യ വന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട്, ഇവിടെ ഞാൻ അധികം നാൾ വാഴിക്കാമെന്ന് വിചാരിക്കില്ലടി, നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.